ആ പേരും പറഞ്ഞ് കോടതിയിൽ പോയാ കേസ് നിലനിൽക്കൂ. എന്നാൽ സാർ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? മൊത്തത്തിൽ ഈ സ്വത്തിനും പ്രോപ്പർട്ടിക്കും ബിസിനസിനും എല്ലാം ചേർത്ത് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിയിടാൻ പറ്റുമോ? പ്രണവിന്റെ വീട്ടിലെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും അവകാശപ്പെട്ട ഈ മകൻ ഇപ്പൊ വീട്ടിനും പുറത്താ. ഒരു അവകാശമില്ലാത്ത ഗൗതമ ഇപ്പൊ സർവ്വതും കൈയടക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഏതറ്റം വരെയും പോവാം. സുപ്രീം കോടതി വരെ പോയി വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം. വക്കീല് വിചാരിച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ലൂപ്പ് ഹോളൊന്നും ഇല്ലല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? ഒരു മിനിറ്റ് മാഡം, ഞാൻ ഒരു കോൾ ചെയ്തിട്ട് വരാം. എന്നെ ചതച്ചവർ ലിസ്റ്റിൽ ഇപ്പോൾ ഒരാളും കൂടെ ആയ ആൻറ്റി, എൻ്റെ അച്ഛൻ. മനഃപൂർവ്വം അല്ലേ ആൻറ്റി എല്ലാ റാസ്കലിന്റെ പേരിൽ എഴുതി വെച്ചത്? നീ ഒന്ന് സമാധാനിക്ക് പ്രണവേ. അഡ്വക്കേറ്റ് ഓം പ്രകാശ് വിചാരിച്ച അഴിയാത്ത കുരുക്കുകളില്ല. എന്തെങ്കിലും ഒരു വഴി വക്കീല് കണ്ടുപിടിക്കും. ആന്റി, ഇതിൽ ഞങ്ങൾ തോറ്റുപോയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അറിയാലോ ഞങ്ങളുടെ അവസ്ഥ. എല്ലാം ആശി ഉപേക്ഷിച്ച് അവസാനം ഗൗതമന്റെ നിധിയുടെ കാൽക്കളിൽ ചെന്ന് വീഴേണ്ടി വരും. ഞാനും CK ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാകാൻ പോകുന്നില്ല. സർ, ഇതവരുടെ ജീവിത പ്രശ്നം മാത്രമല്ല, എന്റെയും CK പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. സാറ് വിചാരിച്ചാലേ ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ. ഇതിപ്പോ ആകെ കുഴഞ്ഞു മറിഞ്ഞൊരു കേസാണ്. തെളിവുകൾ ശേഖരിക്കുമ്പോൾ ഗൗതമിനെ ദത്തെടുത്ത കാലം മുതലുള്ള തെളിവുകൾ ശേഖരിക്കണം. ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ ബിസിനസ് ആരുടെ പേരിലാണെന്നും എന്നാണ് ട്രാൻസ്ഫർ നടന്നത് എന്നുള്ള രേഖകളും ശേഖരിക്കണം. വിലയാധാരം എഴുതി വയ്ക്കുമ്പോൾ ഗൗതം ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടിന്റെ എവിഡൻസും ശേഖരിക്കണം. ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും. പ്ലീസ് സർ, സാർ വിചാരിച്ച നടക്കും. ഈ കേസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇതാരാ? പോയ ഗൗതമ നിധി ഇത്രയും വേഗം തിരിച്ചു വന്നോ? നീയോ? അതേലോ, ഞാനാണ്. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. അല്ല, ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നാ ചോദിച്ചേ. എന്താ വരാൻ പാടില്ലെന്നുണ്ടോ? വിഷുവല്ലേ, രാവിലെ വരണമെന്ന് കരുതിയതാ, പറ്റിയില്ല. മോനെന്തെങ്കിലും ഒരു വിഷു സമ്മാനം കൊടുക്കണമല്ലോ. ദേ, ഒരു മുണ്ടിഷർട്ട് വാങ്ങി, അത് കൊടുക്കാൻ വന്നതാ. ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന പരുവത്തിലായല്ലോ. എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ഞാൻ വന്നത് ഇഷ്ടായില്ലല്ലേ? സത്യം പറഞ്ഞ ഇഷ്ടമായില്ല. മോൻ ജയിലിൽ കിടന്നപ്പോ CK ഓഫീസിൽ നിന്ന് വിവരങ്ങൾ ചോർത്താനും പവിത്രനെ കണ്ടുപിടിക്കാനും അങ്ങേരുടെ ഓഫീസിൽ തീപിടുത്തം ഉണ്ടാക്കി പവിത്രനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനും അലമാര പൊളിക്കാനും ഒക്കെ ഞാൻ വേണമായിരുന്നു അല്ലേ? മോനെ കൈ കിട്ടിയപ്പോ വീണ്ടും എന്നെ വേണ്ടാതായി അല്ലേ? നിന്നോട് ആരാ അവനെ പ്രസവിക്കാൻ പറഞ്ഞത്? അവനെ ഞാനങ്ങ് പ്രസവിച്ചാ മതിയായിരുന്നു, പിന്നെ നിന്റെ ശല്യം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഓ, അത് ശരി. എന്റെ കുഞ്ഞിനെ അങ്ങ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതും പോരാ, ഇപ്പൊ ഞാനൊരു ശല്യമായി. നിർമ്മലെ, കാര്യമൊക്കെ ശരി തന്നെ. ഇടയ്ക്കിടയ്ക്ക് നീ കയറി എന്റെ മോൻ എന്ന് പറഞ്ഞേക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. ഞാൻ മോനേന്ന് വിളിച്ചാലും ശരി, വിളിച്ചില്ലെങ്കിലും ശരി, അവൻ എന്റെ മോനാണെന്നുള്ളത് ഒരു സത്യം തന്നെയല്ലേ പാറു? നിനക്കിപ്പോ എന്താ വേണ്ടത്?